The role of warehouses in handling a pandemic situation or a disaster. നമ്മുടെ ടോപ്പിക്കിൽ നിന്ന് എങ്ങനെയാണ് വെയർ ഹൗസുകൾ ഫങ്ഷൻ ചെയ്യുന്നത്, ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ എങ്ങനെയാണ് വെയർ ഹൗസസ് ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ വെയർ ഹൗസ് എന്താണ് വെയർ ഹൗസ് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഒരു പ്രദേശത്തേക്ക് ഉള്ള ഭക്ഷണങ്ങൾ സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാവാം, അതോടൊപ്പം തന്നെ മരുന്ന് മറ്റ് സ്റ്റേഷനറീസ് സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാവാം. അപ്പോൾ അതെല്ലാം നമ്മൾ വെയർ ഹൗസസ് എന്നാണ് പറയുന്നത്. ഇത് ഗവൺമെൻറ് ഓൺഡ് ആയിട്ടുള്ള, ഗവൺമെൻറ് അണ്ടറിലുള്ള, സപ്ലൈ ഡിവിഷൻ്റെ അണ്ടറിലുള്ള സ്ഥാപനങ്ങളാണ് ഈ വെയർ ഹൗസായിട്ട് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ സപ്ലൈകോയുടെയും ഒക്കെ ഉള്ള സ്ഥാപനങ്ങൾ അവരുടെ വലിയ ഗോഡൗണുകളൊക്കെ വെയർ ഹൗസായിട്ട് നമ്മൾ കണക്കാക്കാറുണ്ട്. അതുകൂടാതെ ഹെൽത്ത് സെക്ടറിൻ്റെ, പബ്ലിക് ഹെൽത്ത് സെക്ടറിൻ്റെ, അതേപോലെ തന്നെ നമുക്ക് റേഷൻ സംവിധാനങ്ങൾ ലഭിക്കുന്ന അതിൻ്റെ ഒക്കെ വെയർ ഹൗസസ് വേറെ ചെയ്യുന്നുണ്ട്. അർദ്ധ സർക്കാർ, പൂർണ്ണമായിട്ട് സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള വെയർ ഹൗസസ് ഉണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലേക്ക് മരുന്നുകളും മറ്റു കാര്യങ്ങളൊക്കെ എത്തിക്കുന്ന വലിയ വെയർ ഹൗസസ്, അതേപോലെ റേഷൻ കടകളിലേക്ക് വേണ്ട ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കുന്ന അതിൻ്റെ വെയർ ഹൗസസ്. ഈ വെയർ ഹൗസസിൻ്റെ പ്രത്യേകത, പ്രത്യേകിച്ച് ഒരു ഡിസാസ്റ്റർ സിറ്റുവേഷനിൽ വെയർ ഹൗസിൻ്റെ പ്രത്യേകത വളരെ വലുതാണ്. കാരണം ഡിസാസ്റ്റർ മൂലം ജനങ്ങൾ ദുരിതം അനുഭവിക്കുമ്പോൾ ഈ വെയർ ഹൗസസിൽ നിന്ന് വേണം അവർക്ക് വേണ്ടുന്ന ഭക്ഷണങ്ങളും മരുന്നും മറ്റ് സംവിധാനങ്ങളും എത്തിക്കാൻ. അപ്പോൾ ഇതിൻ്റെ ഒരു ഫങ്ഷൻ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. എന്താണെന്ന് നമുക്ക് നോക്കാം. വെയർ ഹൗസസ് ആർ an integral part of the supply chain system of a country. At the national level, the central government maintains buffer stocks of essential items to cater fluctuating demand pattern. സാധാരണ രീതിയിൽ ഗവൺമെൻറ് സ്റ്റോക്ക് ചെയ്തുകൊണ്ട് ഡിമാൻഡിനനുസരിച്ച് അത് സാധനത്തിൻ്റെ ദൗർലഭ്യം അനുസരിച്ച് ആ ദൗർലഭ്യം പരിഹരിക്കാനും ഒക്കെ ആയിട്ട് ഗവൺമെൻറ് ധാരാളമായി സ്റ്റോക്ക് ചെയ്യുന്നു. ദൗർലഭ്യം നേരിടുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ. ഇടയ്ക്ക് നമുക്ക് സബോളയ്ക്ക് വില കൂടുന്നു, ഇടയ്ക്ക് മറ്റ് വസ്തുക്കൾക്ക് വില കൂടുന്നു എന്നൊക്കെ പറയുന്നു. ഇത്തരത്തിലുള്ള ബാലൻസ് എപ്പോഴും നഷ്ടപ്പെടുന്നതാണ്. പ്രത്യേകിച്ച് അരിയും കാര്യങ്ങളാണ് കൂടുതലായിട്ട് ഇവിടെ സ്റ്റോർ ചെയ്യുന്നത്. ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളാണ് കൂടുതലായിട്ട് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾക്ക് വേണ്ടുന്ന സേവനം, പ്രത്യേകിച്ച് ഭക്ഷണം ഏറ്റവും പ്രയോറിറ്റി ഉള്ള കാര്യമാണ്. ഭക്ഷണവും പാർപ്പിടും. അപ്പോൾ ഭക്ഷണം എന്ന് പറയുന്ന എസെൻഷ്യൽസ് ഉൾപ്പെടുന്ന കാര്യമാണ് ഭക്ഷണവും മെഡിസിനും. In a case of food items, the inventory is maintained by the Food Corporation of India of the Ministry of Food and Civil Supplies, with their warehouse located all over the country. Likewise, essential items such as medicine are also maintained through a system of medical stores at national and regional level. This is maintained by the Ministry of Health and Family Welfare. So, first one എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസിൻ്റെ അണ്ടറിലാണ് വരുന്നതെങ്കിൽ, സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ സ്റ്റോഴ്സും മെഡിക്കൽ എയ്ഡും മെഡിക്കൽ എക്യുപ്മെൻസും. അതുപോലെ മെഡിക്കൽ എക്യുപ്മെൻസ് എന്നല്ല, നമുക്ക് അത്യന്താപേക്ഷിതമായി ഉപയോഗിക്കേണ്ട മരുന്നുകൾ, അത്യാവശ്യ മരുന്നുകൾ, എസെൻഷ്യൽ മെഡിസിൻസ് എന്ന് പറയുന്ന അത്യാഹിത വിഭാഗത്തിലേക്ക് ഉപയോഗിക്കുന്ന ജീവൻ രക്ഷാ മെഡിസിൻസ് എന്നൊക്കെ നമ്മൾ പറയുന്ന സംഭവങ്ങളുടെ സ്റ്റോറേജ് അത് ഗവൺമെൻറ്റിൻ്റെ ഉണ്ടാവേണ്ടതാണ്. ഗവൺമെൻറ്റാണ് അത്. മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ് നോക്കുന്നതെങ്കിൽ ഫുഡ് ആൻഡ് ബാക്കിയുള്ള കാര്യങ്ങൾ മിനിസ്ട്രി ഓഫ് ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അവയുടെ അത് സംഭരണ കേന്ദ്രം കൂടാണ് ഈ വെയർ ഹൗസ്. ഇമ്പോർട്ടൻസ് ഓഫ് വെയർ ഹൗസിംഗ് ആൻഡ് സ്റ്റോക്ക് കീപ്പിംഗ്. വെയർ ഹൗസിങ്ങിൻ്റെ, ഗോഡൗൺസിൻ്റെ പ്രാധാന്യം, അവിടെ സ്റ്റോക്ക് കേന്ദ്രീകരിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താണ്? അറ്റ് ദ ടൈം ഓഫ് ഡിസാസ്റ്റർ, ദ വെയർ ഹൗസസ് play a large role in maintaining supply of essential medicines, food grains, energy, fuel, etc. While playing a major role, the location of the warehouse is decisive factor. Warehouse location should be at an easily accessible area from every corner of the region. The location should be free from chances of getting flood, or it should be a safer one. Stock maintenance should be done periodically to ensure the expiry of the product, especially medicines. ഇപ്പോൾ വെയർഹൗസിൻ്റെ ഫങ്ഷൻ എന്നുള്ളതിലുപരി വെയർഹൗസിനെ എവിടെ ലൊക്കേറ്റ് ചെയ്തേക്കുന്നു എന്നുള്ള വളരെ പ്രാധാന്യമാണ്.
ഒരു ടെറൈനിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്ന ഒരു ടെറൈനിൽ കൂടെ ഇത്തരത്തിലുള്ള അത്യാഹിതങ്ങൾ ഹസാർഡ്സ് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഡിസാസ്റ്റേഴ്സ് ഉണ്ടാകുന്ന തീരപ്രദേശ മേഖലയാണെന്ന് വയ്ക്കുക. അപ്പോൾ അവിടെ വളരെ അടുത്തായിട്ട് തന്നെ ഒരു വെയർഹൗസിൻ്റെ ആവശ്യകതയുണ്ട്. എന്നാൽ ഈ വെയർഹൗസ് ഏതെങ്കിലും തരത്തിലുള്ള ഫ്ലഡോ മറ്റേതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങൾക്കോ വിധേയമാകാവുന്ന ഒരു ടെറൈനിലാവാനും പാടില്ല. ഇതുമായിട്ട് ക്ലോസ് ആയിരിക്കണം, ബട്ട് it should be well out of from these chances to get flood ഉണ്ടാകാനുള്ള ചാൻസസ് നിന്നൊക്കെ ഒഴിവായിട്ടുള്ള ഒരു സ്ഥലവും കൂടി ആയിരിക്കണം. പക്ഷെ ഒത്തിരി റിമോട്ടിലാകാൻ പാടില്ല, കാരണം അത്യാവശ്യമായിട്ട് ആൾക്കാർക്ക് ഫുഡ് എത്തിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരിക്കണം, അല്ലെങ്കിൽ മെഡിസിൻസ് ഒക്കെ എത്തിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരിക്കണം. ഡിസാസ്റ്റർ ടൈമിൽ ഇതിൻ്റെ പ്രവർത്തനം വളരെ കാര്യക്ഷമമായി നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ലൊക്കേഷൻ തന്നെ വളരെ പ്രാധാന്യമുള്ളതാണ്. അടുത്തായിട്ട്, while establishing warehouse, the following criteria should be ensured. എന്തെല്ലാം ക്രൈറ്റീരിയ നമ്മൾ എൻഷുർ ചെയ്യേണ്ടത്? എന്ത് വെയർഹൗസസ് ഇത് ചെയ്യുമ്പോൾ എന്തെല്ലാം ക്രൈറ്റീരിയ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? വൾണറബിലിറ്റി ഓഫ് ദി ഏരിയ. വൾണറബിലിറ്റി എന്ന് പറഞ്ഞാൽ ചാൻസ് ടു ഗെറ്റ്, സാധ്യത കൂടുതലുള്ള സ്ഥലം എന്നുള്ള അർത്ഥമാണ് വൾണറബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. certain regions are much more vulnerable than others. നമുക്കറിയാം എല്ലാ സ്ഥലങ്ങളും ഒരുപോലല്ല. ചില സ്ഥലങ്ങൾ ഫ്ലഡ് ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളുണ്ട്, എർക്യൂക്സ് ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളുണ്ട്, അല്ലെങ്കിൽ വേണമെങ്കിൽ ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന വോൾക്കാനിക് എറപ്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഈ നിരന്തരമായി ഇത്തരത്തിലുള്ള അത്യാഹിതങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡിസാസ്റ്റേഴ്സ് മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് എക്സ്പേർട്സ് ഒപ്പീനിയൻ ഉള്ളതുമായ സ്ഥലങ്ങളിൽ ഒരു പ്രത്യേക ഫോക്കസ് നമ്മൾ കൊടുത്തുകൊണ്ട് ആ സ്ഥലത്തിൻ്റെ കോർ ഏരിയയെ കൊണ്ട് വരണമെന്നല്ല, പക്ഷേ ആ സ്ഥലമായിട്ട് ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ഏരിയയിൽ ഇത് ഫിക്സ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. Certain regions are much more vulnerable than others. This can be assessed from the frequency of disasters that have taken place in the past. For example, the coastal districts of the state in southern zone are exposed to the threats of cyclone everywhere. It is natural that stores be located in areas that would need them. അതായത് ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ നിരന്തരം കടലാക്രമണം ഉണ്ടാകുന്ന കടൽ തീരപ്രദേശങ്ങളിലൊക്കെ പലപ്പോഴും വീടുകളിലിരിക്കുന്ന ആഹാര സാധനങ്ങൾ നഷ്ടപ്പെടുകയും അവർക്ക് അവിടുന്ന് മാറി താമസിക്കേണ്ട വരികയൊക്കെ ചെയ്യും. അപ്പോൾ ഈ പ്രദേശത്ത് തന്നെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത്, വളരെ എലിവേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത്, സുരക്ഷിതമായ ഒരു സ്ഥലത്ത് ഇത്തരത്തിലുള്ള വെയർഹൗസുകൾ സ്ഥാപിക്കപ്പെടുകയും ഇവരെ മാറ്റിപ്പാർപ്പിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഈ വെയർഹൗസിൽ നിന്ന് നിർബാധം വേണ്ടുന്ന ഭക്ഷണവും മരുന്നും മറ്റ് വസ്ത്രങ്ങളും മറ്റെന്തെല്ലാം സഹായങ്ങൾ ചെയ്യുകയോ അവയെല്ലാം കൊടുക്കുകയും ചെയ്യുന്നു. കാരണം ബിക്കോസ് വി നോ ദർ ഇസ് ചാൻസ് ടു ഗെറ്റ് സച്ച് കൈൻഡ് ഓഫ് ഇൻസിഡൻസ് മോർ ആൻഡ് മോർ. അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്നതാണ്. അപ്പോൾ നമുക്കൊരു പ്രിപ്പറേഷൻ നടത്താൻ സാധിക്കും. ഇത്തരത്തിലുള്ള വെയർഹൗസ് ഈ കലാമിറ്റി ഹാൻഡിൽ ചെയ്യുന്നതിൽ ഒത്തിരി സഹായകമാണ്. ടൈപ്സ് ഓഫ് ഗുഡ്സ്. ഏതെല്ലാം തരത്തിലുള്ള സാധനങ്ങളാണ് ഇവിടെ നമ്മൾ പ്രിസർവ് ചെയ്യേണ്ടത്? ഗുഡ്സ് വിച്ച് ഹാവ് എ ലിമിറ്റഡ് ടൈം സ്പാൻ and may be rendered useless if left unutilized, could be stored in fewer places. Such places could be strategically located at selected points. Food items and medicines fall under this category. ആഹാരവും അതുപോലെ തന്നെ മരുന്നും ഷോർട്ട് എക്സ്പയറി ആണ്. നമുക്കറിയാം വളരെ കുറച്ച് നാൾ എക്സ്പയറി ഉള്ളൂ. ഇപ്പോൾ ഫുഡാണെങ്കിൽ ഒരു 6 മാസത്തിനപ്പുറത്തേക്ക് പാക്ഡ് ഫുഡ്സും നമുക്ക് വലിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ അതിനെ കാര്യക്ഷമമായ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കണം. വെയർഹൗസ് സ്ഥാപിച്ചോ അവിടെ സാധനം സംഭരിച്ചോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. In between that time, if it is not useful, then we should divert it to someone else. നമ്മൾ ബാക്കി ആർക്കെങ്കിലും ഡൈവേർട്ട് ചെയ്ത് കൊടുക്കണം, നഷ്ടപ്പെടുത്താൻ നോക്കണം. അതോടൊപ്പം തന്നെ പുതിയ സ്റ്റോക്ക് നമ്മൾ റിസീവ് ചെയ്യുകയും വേണം. അത് മെഡിസിൻ്റെ കാര്യത്തിലും മറ്റു ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും. കാരണം ഇത് ലൈവ് ആയിരിക്കണം. ഉപയോഗശൂന്യമായ ഒരു സാധനത്തിൻ്റെ ഒരു കൂമ്പാരമായി അവശേഷിക്കാൻ പാടില്ല ഈ വെയർഹൗസ്. റെഡിലി അവൈലബിൾ ആയിട്ട് ജനങ്ങൾക്ക് കിട്ടത്തക്ക രീതിയിലുള്ള ഏറ്റവും ഉപയോഗപ്രദമായ രീതിയിലുള്ള ഫുഡാണ് നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അല്ലാതെ എക്സ്പയറിയോ ഷോർട്ട് എക്സ്പയറിയോ ആയിട്ടുള്ള ഒരു കൂട്ടം ഭക്ഷണ സാധനങ്ങളല്ല. പൂപ്പൽ പിടിച്ചും മറ്റുമൊക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഓൾറെഡി ദയാറും ഡേഞ്ചർ. നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ഭക്ഷണ പദാർത്ഥങ്ങളും അതോടൊപ്പം തന്നെ മെഡിസിനുമൊക്കെ ഷോർട്ട് എക്സ്പയറി ആയിട്ട് പ്രത്യേക പരിഗണനയിൽ കൊടുക്കണം. കൊമോഡിറ്റീസ് ആൻഡ് ടൂൾസ്. നമ്മൾ ഭക്ഷണവും മരുന്നും മാത്രമല്ല മറ്റ് ചില സാധനങ്ങളുടെ സ്റ്റോർ ചെയ്യേണ്ട സാഹചര്യം നമുക്കുണ്ടാവും. In this case of disaster, not I am saying about public distributory system,
ഒരു പബ്ലിക് ഡിസ്ട്രിബ്യൂട്ടറി സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യമല്ല പറയുന്നത്. ഡിസാസ്റ്റർ സിറ്റുവേഷൻസിൽ ഉണ്ടാകുന്ന വെയർ ഹൗസസിന്റെ ഉപയോഗമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഡിസാസ്റ്റേഴ്സ് ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ അലോങ് വിത്ത് ഫുഡ് ആൻഡ് മെഡിസിൻ്റെ കൂടെ തന്നെ മറ്റ് ചില സാധനങ്ങളോട് നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടതുണ്ട്. ബിക്കോസ് വി നീഡ് ടു എൻകൗണ്ടർ ഡിസാസ്റ്റർ സിറ്റുവേഷൻ. നമുക്ക് പലപ്പോഴും എൻകൗണ്ടർ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് സിമിലർ എപ്പിസോഡ്സ് നേരത്തെ ഉണ്ടായിട്ടുള്ളതിൻ്റെ അനുഭവം ഉള്ളതുകൊണ്ട് തന്നെ ഏതെല്ലാം തരത്തിലുള്ള ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സ് ആണ് നമുക്ക് വേണ്ടതെന്നുള്ള ഒരു മുൻധാരണ നമുക്ക് എല്ലാവർക്കും തന്നെ കാണും. അത് ഓപ്പറേറ്റ് ചെയ്യുന്നവർക്ക് കാണും. നമ്മൾ നേരത്തെ പരിശോധിച്ചാൽ ലീഡർഷിപ്പിൻ്റെ അകത്ത് കൊണ്ടുവരുന്ന ഡിസ്ട്രിക്ട് ലീഡർഷിപ്പിൻ്റെ, സ്റ്റേറ്റ് ലീഡർഷിപ്പിൻ്റെ, സെൻട്രൽ ലീഡർഷിപ്പിൻ്റെ ഇതിൻ്റെയൊക്കെ അണ്ടർ വരുന്ന എംപ്ലോയീസും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ടീമുകൾക്കും ഒക്കെ വളരെ വ്യക്തമായിട്ട് അറിയാം ഏതെല്ലാം തരത്തിലുള്ള എക്യുപ്മെന്റ്സ് ആൻഡ് കൊമോഡിറ്റീസ് ആണ് നമുക്ക് ആവശ്യമെന്നുള്ളത്. എ ലിസ്റ്റ് ഓഫ് the commodities and tools required for different types of disaster situations forms parts of the district contingency plan. Oru district contingency plan in order to handle the disaster situation ഒരു contingency plan ഒരു എവിടെ കാണും contingency plan district level ഉണ്ടാവും. Normally there are two types of warehousing at the district level with stocks all rescue and evacuation, and at regional level groups of districts for items such as food and medicines. ഫുഡ് ആൻഡ് മെഡിസിൻസ് എന്നുള്ള റീജിയണൽ ലെവലിലും അതേസമയം ഡിസ്ട്രിക്ട് ലെവലിൽ ഡിസ്ട്രിക്ട് വെയർ ഹൗസുകളിൽ റെസ്ക്യൂ റിലേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സും സ്റ്റോർ ചെയ്യും. റീജിയണൽ ലെവലിലാണ് നമുക്ക് ഫുഡിൻ്റെ മറ്റു കാര്യങ്ങൾ ആവശ്യം വരുന്നത്. ഡിസ്ട്രിക്ട് ലെവലിൽ കുറച്ചുകൂടെ സെൻറ്റേർഡ് ആയിട്ടുള്ള പോയിന്റാണ് ഡിസ്ട്രിക്റ്റ്. അത് എല്ലാ ഭാഗങ്ങളിലേക്കും, ഒരു ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തണം. ഏതൊരു റീജിയനിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ റിമോട്ട് റീജിയനിലുള്ള ഡിസ്ട്രിക്റ്റിൻ്റെ റിമോട്ട് റീജിയനിലുള്ള ഒരു ഭാഗത്തേക്ക് എത്തിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഡിസ്ട്രിക്ട് ലെവലിൽ നമ്മൾ കൂടുതലും ഇത്തരത്തിലുള്ള റെസ്ക്യൂ ഓപ്പറേഷൻസിനും ഇവാക്യുവേഷൻസിനും ഒക്കെ വേണ്ട ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സ് വി ആർ സ്റ്റോറിങ്. അറ്റ് ദ സെയിം ടൈം റീജിയണൽ ലെവൽ വി ആർ കീപ്പിംഗ് ഫുഡ് ആൻഡ് മെഡിസിൻസ്. അതാണ് സാധാരണ ചെയ്യാറുള്ളത്. ഇൻ ഓർഡർ ടു ഫേസ് എ സൈക്ലോൺ ഓർ ഫ്ലഡ് വി നീഡ് സർട്ടൻ ടൂൾസ് ലൈക്ക് ഹുക്സ് ഫോർ ക്ലിയറിംഗ് ഡെബ്രിസ്, ലാഡേഴ്സ്. ഹുക്സ് വേണം ഏതെങ്കിലും തരത്തിലുള്ള ഇത് വേസ്റ്റ് മാലിന്യങ്ങളൊക്കെ മാറ്റാനും, അതേപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒബ്സ്ട്രക്ഷൻസ്, ഹുക്സ് മാത്രമല്ല ഒബ്സ്ട്രക്ഷൻസ് മാറ്റാൻ കട്ടിംഗ് മെഷീൻ നമുക്ക് ആവശ്യമാണ്, ഏണികൾ ആവശ്യമാണ്, കയറുകൾ ആവശ്യമാണ്, മറ്റ് എക്യുപ്മെന്റ്സ് എല്ലാം തന്നെ ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സ് എല്ലാം ആവശ്യമാണ്. റബ്ബർ ടയേഴ്സ് ആൻഡ് ട്യൂബ്സ് ഇൻ കേസ് ഓഫ് ഫ്ലഡ് പ്രോൺ ഏരിയ ആണെങ്കിൽ ടൂൾസ് ആവശ്യമാണ്, ചെറിയ ബോട്ടുകൾ ആവശ്യമാണ്, അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ആവശ്യമാണ്. ടെന്റ്, ടാർപോളിൻ, പ്ലാസ്റ്റിക് ഷീറ്റ്, ആസ്ബസ്റ്റോസ് ഷീറ്റ്, റൂഫിംഗ് മെറ്റീരിയൽസ്, ഇത്തരത്തിലുള്ള സാധനങ്ങൾ. ആസ്ബസ്റ്റോസിന്റെ സ്ഥാനത്ത് ഇപ്പം അലുമിനിയം ഷീറ്റുകളാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ടാർപോളിന്, അതേപോലെ തന്നെ മറ്റ് ഫെസിലിറ്റീസ്, ജനറേറ്റേഴ്സ്, ബാറ്ററികൾ, കെറോസിൻ സ്റ്റൗസ്, വലിയ വെസൽസ്, മാസീവായിട്ട് എല്ലാവർക്കും മാസമായിട്ട് ആൾക്കാർക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടുന്ന ഗ്രൂപ്പ് ക്യാൻറ്റീനുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ധാരാളം ആൾക്കാർക്ക് ഫുഡ് കൊടുക്കേണ്ട വരുമ്പോൾ 2000-3000 ആൾക്കാരെ മാറ്റി പാർപ്പിക്കുമ്പോൾ അവർക്ക് ഒരുമിച്ച് ആഹാരം പാകം ചെയ്യാൻ പറ്റുന്ന സ്റ്റൗകളും അതുപോലെ തന്നെ പാത്രങ്ങൾ, അലുമിനിയം ഓർ സ്റ്റീൽ വെസൽസ്, അത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം ഈ വെയർ ഹൗസ് വേണം. ഇത്തരത്തിൽ ഏതെല്ലാം സാധനങ്ങൾ നമുക്ക് ആവശ്യമാണോ അതെല്ലാം ഈ വെയർ ഹൗസിൽ സൂക്ഷിക്കേണ്ട അല്ലെങ്കിൽ അവിടെ സ്റ്റോക്ക് ഉണ്ടാവേണ്ട ആവശ്യകതയുണ്ട്. അപ്പോൾ ഇത് ഡിസ്ട്രിക്ട് ലെവലിലാണ് ഇത്തരത്തിലുള്ള സാധനങ്ങൾ കീപ്പ് ചെയ്യുകയെങ്കിൽ റീജിയണൽ ലെവലിൽ നമ്മൾ ഫുഡും മെഡിസിനുമാണ് കീപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ വിഷയം ക്ലിയർ ആണെന്ന്. വെയർ ഹൗസസിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. അത് ഇന്ത്യയിൽ വിവിധ ഭാഗങ്ങളിൽ, കേരളത്തിൽ അല്ല സ്റ്റേറ്റുകളിലും വിവിധ ഭാഗങ്ങളിൽ വെയർ ഹൗസസ് ഉണ്ട്. ഇത് ഓൺഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ ഗവൺമെൻറ്, ബോത്ത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് രണ്ടുപേരും. അതിൽ റീജിയണൽ ലെവലിലേക്ക് പോകുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെങ്കിൽ സെൻട്രൽ വെയർ ഹൗസിൽ നിന്നാണ് ഇവരിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ എത്തുന്നത്. ഈ ഗോഡൗണുള്ള ഓരോ സ്ഥലത്തും സെൻട്രൽ സ്റ്റേറ്റിനും ഉണ്ട്. ഇവർ ഷെയർ ചെയ്യുകയാണ് ഫുഡ് പ്രോഡക്ട്സും മറ്റു കാര്യങ്ങളൊക്കെ. ഡിസാസ്റ്റർ സിറ്റുവേഷൻ്റെ ഗ്രാവിറ്റി അനുസരിച്ച് ആസ് പെർ ദ റിപ്പോർട്ട് ഈ സ്ഥലങ്ങളിലേക്കുള്ള സഹായഹസ്തങ്ങൾ എങ്ങനെയാണ് പ്രവഹിക്കുന്നത് അതെല്ലാം തന്നെ കോർഡിനേറ്റ് ചെയ്യുന്ന ഈ വെയർ ഹൗസുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇവിടെ നിന്നാണ് ഈ ഫുഡ് ഗ്രെയിൻസും അതുപോലെ മെറ്റീരിയൽസും മറ്റ് ഫെസിലിറ്റീസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം വെയർ ഹൗസസിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.